പ്രിയമുള്ളവരെ, മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഇടുക്കിയിൽ റിസോർട്ട് ജീവനക്കാരന് ജീപ്പ് ഡ്രൈവർ മർദ്ദിച്ചതായി പരാതി. റിസോർട്ട് ജീവനക്കാരനായ ജോസിനാണ് മർദ്ദനമേറ്റത്. ഹോട്ടലിലെത്തിയ വിനോദസഞ്ചാരിയെ ജീപ്പ് ഡ്രൈവർ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിനായിരുന്നു മർദ്ദനം. ടാക്സി ഡ്രൈവറായ മൂന്നാർ സ്വദേശി ശരവണനെതിരെ വെള്ളത്തൂവൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. രാഹുൽ സുരേഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ സുരേഷ്, ഗുഡ് മോർണിംഗ്. രാഹുൽ സുരേഷ്, മൂന്നാറിൽ നിന്നുള്ള ഒരു വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തതിന്റെ ക്ഷീണം മാറിയില്ല. അപ്പോഴാണ് മാങ്കുളത്ത് നിന്ന് വേറൊരു വാർത്ത വരുന്നത്. ഇതെന്താണ് ഇവിടുത്തെ ടാക്സി ഡ്രൈവർമാർക്ക് പറ്റുന്നത്? ഈ വിനോദസഞ്ചാരികളെ പിടിക്കാനുള്ള ഒരു തിടുക്കം കൂടുന്നതാണോ കാരണം? എന്താണ് എഫ്ഐആറിൽ പറയുന്നത്? ഗുഡ് മോർണിംഗ് രാഹുൽ. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. മാങ്കുളത്തിന് സമീപമുള്ള ലക്ഷ്മി എസ്റ്റേറ്റിൽ കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവം എന്താണെന്ന് ചുരുക്കി പറയാം. മുംബൈയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ ഈ ലക്ഷ്മി എസ്റ്റേറ്റിലെ റിസോർട്ടിലെത്തുന്നു. ഇവർ തേക്കടിയിലേക്ക് പോകാനായി മൂന്നാറിൽ നിന്നും ഒരു ടാക്സി ബുക്ക് ചെയ്യുകയാണ്. ഈ ടാക്സി ഹോട്ടലിൽ എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതറിഞ്ഞുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ജീപ്പ് ഡ്രൈവറും ജീപ്പും അവിടെ എത്തുകയായിരുന്നു. ടാക്സിയിൽ തേക്കടിയിൽ പോകണ്ട, തൻ്റെ വീട് ഇവിടെ അടുത്താണ്, അതുകൊണ്ട് തൻ്റെ ജീപ്പിൽ തേക്കടിയിലേക്ക് പോയാൽ മതി എന്ന് പറയുന്നു. എന്നാൽ ഈ വിനോദസഞ്ചാരികൾ തനിക്ക് ടാക്സിയിൽ പോയാൽ മതി എന്ന് പറയുകയാണ്. അതോടെയാണ് ഈ ജീപ്പ് ഡ്രൈവറും വിനോദസഞ്ചാരികളും തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നത്. ഇത് കൊണ്ടുകൊണ്ടാണ് ഈ റിസോർട്ടിലെ ജീവനക്കാരനായിട്ടുള്ള ജോസ് ഇവിടേക്ക് എത്തുന്നത്. തൻ്റെ ഗസ്റ്റിനെ അസഭ്യം പറയാൻ അനുവദിക്കില്ല എന്ന് ജോസ് പറയുകയാണ്. അതിനിടയിലാണ് വിനോദസഞ്ചാരികളുമായി തർക്കത്തിൽ ഏർപ്പെട്ടിരുന്ന ഈ ജീപ്പ് ഡ്രൈവർ ജോസിനെ ആക്രമിക്കാൻ എത്തുന്നത്. ജോസിന്റെ ചെകിടത്തടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് ജോസ് വെള്ളത്തുവൽ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജീപ്പ് ഡ്രൈവറായിട്ടുള്ള ശരവണനെതിരെ എഫ്ഐആർ ചുമത്തിയിരിക്കുന്നത്. ശരവണൻ അല്പം പ്രശ്നക്കാരനാണെന്നാണ് ഇവിടെയുള്ള ആളുകൾ തന്നെ പറയുന്നത്. ഇന്നലെ നമ്മൾ ഈ സംഭവം അറിഞ്ഞുകൊണ്ട് ഈ ഹോട്ടലിൽ പോകുകയും ഇവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികളായി സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇയാൾ കുറെ കാലമായി ലക്ഷ്മി എസ്റ്റേറ്റ് പരിസരങ്ങളിൽ ജീപ്പ് ഓടിക്കുന്ന ആളാണ്, അല്പം പ്രശ്നക്കാരനാണ്. എന്താണെങ്കിലും വെള്ളത്തുവൽ പോലീസ് ശരവണനെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ കസ്റ്റഡി എടുക്കുകയും ചെയ്യും. എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം ഉണ്ടായ അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് ജീപ്പ് ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും ഈ വാഹനത്തിന്റെ പെർമിറ്റ് തന്നെ റദ്ദാക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. ശരവണനെതിരെയും നടപടി ഉണ്ടാകും. ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ പോലീസ് നടപടി സ്വീകരിക്കും. എന്താണെങ്കിലും മാതൃകാപരമായിട്ടുള്ള നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടരുകയാവുകയും ചെയ്യും. അരുൺ. ഓക്കെ, താങ്ക് യു. രാഹുലാണ് വിവരങ്ങൾ നൽകിയത്. ഒരിക്കൽ കൂടി പറയുന്നു, മൂന്നാറിൻ്റെയും പരിസര പ്രദേശങ്ങളിലെയും ടാക്സി ഡ്രൈവർമാരും അവിടെയുള്ള കച്ചവടക്കാരും നിങ്ങൾ ഈ നാടിനെ അതിഥി ദേവോ ഭവ എന്ന മന്ത്രത്തിലേക്കാണ് മാറ്റേണ്ടത്. ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ, അതുകൊണ്ടാണ് നമ്മൾ മൂന്നാർ എന്ന വാക്കുപോലും അതിൽ ഉച്ചരിക്കാത്തത്. അതായത് നമ്മൾ കൊടുക്കുന്ന കാർഡുകളിൽ നിന്നും മാങ്കുളം എന്നാണ് ഇപ്പോൾ നമ്മൾ പറയേണ്ടി വരുന്നത്. കാര്യം എഫ്ഐആർ ഇട്ടതുകൊണ്ടാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. അതൊക്കെ അവിടുത്തെ വിനോദസഞ്ചാരികൾ വരുന്നതിനെ വല്ലാതെ ബാധിക്കും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നല്ല മനുഷ്യരാണ് 98% മൂന്നാറിലെ മനുഷ്യർ നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള മനുഷ്യരാണ്. അവരൊക്കെ ഇപ്പോൾ തന്നെ ടൂറിസത്തിൻ്റെ ഹോസ്പിറ്റാലിറ്റി ലെവലിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ചില മനുഷ്യരുണ്ടല്ലോ, എന്താ പറയുക. അപ്പോൾ അത് നാടിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മുടെ നാട് നിന്ന് പോകണമെങ്കിൽ ഇതല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളത് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കും.